കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആളുകളെ ആക്രമിച്ച തെരുവ് നായ്ക്ക് പേ വിഷബാധയെന്ന് സംശയം. നിരീക്ഷണത്തിന് DMO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് തെരുവ് നായകളെ കടിച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ നായകളെ നിരീക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ഇങ്ങനെ പേ വിഷബാധയുണ്ടോ എന്നൊരു സംശയം രൂപപ്പെട്ടതോടുകൂടി സ്വാഭാവികമായും ആളുകളും ആശങ്കയിലാകും. കാരണം ഒരുപാട് പേർ വന്നു പോകുന്നൊരിടമാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ. ഏത് തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്? 15 പേർക്കൊക്കെ കൂട്ടമായി കടിയേൽക്കുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് തരത്തിലുള്ള നടപടികളാണ് ആലോചിക്കുന്നത് സജു? രജിത, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇന്നലെ 15ഓളം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഈ തെരുവുനായയ്ക്ക് പേ വിഷബാധയുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. നേരത്തെ കണ്ണൂരിലെ വെറ്റിനറി സർജന്റ് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ നായയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചിരുന്നു. ആ നായയെ പിന്നീട് തല്ലിക്കൊന്ന നിലയിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചത്. അതേസമയം സ്രവ സാമ്പിളിന്റെ അന്തിമ പരിശോധനാ ഫലം കൂടി ലഭ്യമായാൽ മാത്രമേ നായ്ക്ക് പേ വിഷബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാവൂ. പ്രാഥമികമായി പേ വിഷബാധ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ കടിയേറ്റ 15 പേരെയും നിരീക്ഷണത്തിൽ വെക്കാനും ഒപ്പം ഈ പരിസര പ്രദേശങ്ങൾ, റെയിൽവേ സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളിലുള്ള മറ്റ് സ്ട്രേ ഡോഗ്സിന്റെ കാര്യത്തിലും, അതായത് മറ്റ് തെരുവുനായകളുടെ കാര്യത്തിൽ കൂടി നിരീക്ഷണം വേണം. അതായത് അവ കൂടി മറ്റ് ആളുകളെ ആക്രമിക്കുന്ന നില വന്നാൽ അതും സമാനമായ രീതിയിൽ പേ വിഷബാധ ഉണ്ടാകാം എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരമൊരു പരിശോധനയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിലവിൽ കടിയേറ്റ 15ഓളം പേരെയും ഇങ്ങനെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കുന്നതിന്റെ ഭാഗമായി നിരീക്ഷണത്തിൽ അയക്കാൻ ജില്ലാ ആരോഗ്യ വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ 15 ആളുകളെയും നിരീക്ഷണത്തിൽ അയക്കും. അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായി നിരീക്ഷണത്തിലേക്ക് അയക്കും. മുൻകരുതൽ സ്വീകരിക്കുക എന്നതാണ്. ഒപ്പം ഈ അന്തിമ സ്രവ സാമ്പിളിന്റെ പരിശോധന ഫലം കൂടി ലഭ്യമായാൽ ഇത് പേ വിഷബാധയുണ്ടോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയും. നിലവിലെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി പേ വിഷബാധ എന്ന് തന്നെയാണ് നിഗമനം. ഒപ്പം ഇതേ തെരുവുനായ മറ്റ് നായ്ക്കളെ കടിച്ചിട്ടുണ്ടെങ്കിൽ ആ തെരുവുനായ്ക്കൾക്കും പേ വിഷബാധ പകരും. അത്തരം പശ്ചാത്തലത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മറ്റ് തെരുവുനായ്ക്കളുടെ കാര്യത്തിൽ കൂടി ഒരു നിരീക്ഷണവും പരിശോധനയും ഉണ്ടാകണം. അത്തരമൊരു നിർദ്ദേശം നിലവിൽ അവിടെയുള്ള റെയിൽവേ പോലീസിനും ഒപ്പം കോർപ്പറേഷനും അടക്കം ഇക്കാര്യത്തിൽ ചുമതലയുള്ള ആളുകൾ കൂടി കൈമാറിയിട്ടുണ്ട്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.